വളരെ സന്തോഷപൂർവ്വം അവധി ആഘോഷിക്കാൻ ഒന്നിച്ച് പുറപ്പെട്ട സഹപ്രവർത്തകർ 10 ആളുകൾ ഒരു സ്കൂളിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമായ വാർത്തക്കു പിന്നാലെയാണ് പടക്ക നിർമ്മാണശാലയിലെ ദുരന്തമുണ്ടാക്കിയ വാർത്ത വരുന്നത്. അതോടെ സെൻസേഷണൽ മാധ്യമപ്രവർത്തന കാലത്ത് ആദ്യത്തെ വാർത്ത അപ്രത്യക്ഷമായി. നമ്മുടെയൊക്കെ വളരെ അടുത്ത സഹപ്രവർത്തകരുടെ ഉമ്മ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു സന്ദർഭവും കൂടിയാണ്. അല്ലാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ദീർഘമായ കടത്തം, രോഗശയ്യയിലെ കടത്തം അവരുടെ പാപങ്ങൾ പൂർണ്ണമായി പുറത്തു കൊടുക്കുന്നതാക്കി കൊടുക്കുമാറാകട്ടെ. ആ ദീർഘമായ കടത്തത്തിനിടയിൽ പരിപൂർണമായ പരിപാലനം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കൾക്ക് അത് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വമിൻ ജമീഇ സഖ്തിക് എന്നാണ് ആ ദുആ. ഒന്ന് മനസ്സ് തുറന്ന് കാത് തുറന്ന് ശ്രദ്ധാപൂർവം ഈ പ്രാർത്ഥന കേട്ട് നമ്മൾ നിസ്കരിച്ചാൽ പിരിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഇന്നത്തെ ദിവസത്തെ ഖുതുബയായി. ഞാൻ 10 പോയിന്റ് ഇവിടെ നോട്ട് ചെയ്ത് കൊണ്ടു നോക്കണ്ട, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആയി. അത്ര പവർഫുള്ളാണ് ആ ദിക്ർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. എനിക്ക് നീ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹം എന്നിൽ നിന്നും നീ പിൻവലിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലേ? ഇവിടെ മുതിർന്നൊരു കാരണവർ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രോഗിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ അടുത്ത കാലത്ത് മരണപ്പെടുകയുണ്ടായി. അവർ കൂടെ ഉണ്ടെങ്കിൽ അവരിനി നിശബ്ദമായി ഒന്നും ഒരു വാക്കുപോലും സംസാരിക്കാതെയാണ് ആ ബെഡിൽ അങ്ങനെ കഴിയുന്നതെങ്കിൽ പോലും ആ സാന്നിധ്യം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതാണ് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ശയ്യാവലംബിയായ ഉമ്മ ദീർഘകാലം ബെഡിൽ കടന്നാലും അവിടെ ഉമ്മയുണ്ട് എന്ന ഉൾബോധ്യങ്ങൾ ഉള്ളിലുണ്ടാക്കി തരുന്നൊരു കാര്യമുണ്ട്. അവർക്ക് ഇത്തിരി ഓർമ്മയുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവും. അവരുടെ ചുണ്ടിൽ നിന്ന് പോകുന്ന പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട്. നിങ്ങൾ നോക്ക്, നമുക്കൊക്കെ മക്കളുണ്ട്. എനിക്ക് 5 മക്കളുണ്ട്. ഈ 5 മക്കളും വേണമെങ്കിൽ ഒരു നിമിഷം ഇല്ലാതാകാം. അത്ര എളുപ്പമാണ്. നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് വാഹനമുണ്ട്, നമുക്ക് വീടുണ്ട്. നമ്മളെ വീട് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു മഴയത്ത് ഒന്നിച്ചില്ലാതെയാകാം. അല്ലേ? അതാണ് സവാൽ നിഅമതിക്, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കേൾവി. നമ്മളെ കണ്ണ് വേണമെങ്കിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകാം. പെട്ടെന്ന് അത് അടുത്തൊരു ദിവസം എണീക്കുമ്പോൾ കണ്ണുണ്ടാവില്ല. വെറുതെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സും കൂട്ടുകാരും ഓടിച്ചാടി നടക്കുന്നു, നമുക്ക് നടക്കാൻ കാലില്ലാതെ ആകാം, പാരലൈസ് ചെയ്യാം. മൂത്രവും കാഷ്ടവും ഒക്കെ പാമ്പേഴ്സിലേക്ക് എടുത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാം. അപ്പം അങ്ങനത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ നീ പിൻവലിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വതഹവ്വുലു ആഫിയതിക്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ രോഗിയാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇന്നിപ്പോൾ പത്രത്തിലൊരു വാർത്ത കണ്ടു, ഒരു പ്രവാസി മരണപ്പെട്ട വാർത്ത. ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് 1 കോടി രൂപയോളം വരുന്ന ബില്ല് അടക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ബോഡി വിട്ടുകിട്ടാത്ത പ്രശ്നമൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കപ്പെട്ട വാർത്തയാണ്. ഞാൻ പറയണത്, അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ ഉള്ള വാർത്ത എന്ന് പറയുന്ന പഠിച്ചോനെ ഇങ്ങനെ ഞാനായിക്കൂടെ ഇല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞു. അടുത്ത ദിവസം ഇൻഷുറൻസ് പുതുക്കാൻ ഓഫീസ് പോവുകയാണ്. പക്ഷെ ഇന്ന് രാത്രി അദ്ദേഹത്തിന് വലിയ അറ്റാക്ക് വന്നു. 10 ലക്ഷം റുപ്യ അദ്ദേഹത്തിന് ഫ്രീ ചികിത്സ കിട്ടേണ്ടത് 10 ലക്ഷം റുപ്യ അദ്ദേഹത്തിന് എക്സ്പെൻസ് വന്നു. ഞാൻ പറയണത്, നമ്മളൊക്കെ ഒരു മുടിയിഴ നാരിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. എവിടേക്കും എപ്പോഴും നമ്മുടെ ജീവിതം മാറും എന്ന ഓർമ്മ ആർമാദങ്ങൾക്കിടയിൽ നമുക്ക് വേണം. പടച്ചവനെയും അവൻ്റെ ദീനിനെയും നമുക്ക് വേണമെങ്കിൽ ആരെയും പറ്റിക്കാം, ഭാര്യനെ പറ്റിക്കാം, ഭർത്താവിനെ പറ്റിക്കാം, വാപ്പാനിമാനൊക്കെ പറ്റിക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ലൈഫ്, പബ്ലിക്കിലൊരു ലൈഫും സ്വകാര്യതയിൽ വേറൊരു ലൈഫും കൊണ്ടുപോകാം. അവരെ കൺവെട്ടിച്ച് അവരോട് പലതും പറഞ്ഞൊക്കെ നമുക്ക് പോകാം. പക്ഷേ ഖബറിൻ്റെ ഒരു ചെറിയ ചാലുണ്ട്, അവിടെ കൊണ്ടുപോയി കിടത്തും. അവിടെ മുതലൊരു ജീവിതം ആരംഭിക്കുന്നുണ്ട്. ആ ജീവിതം ആരംഭിക്കുന്നത് എന്നോ ആകാശം ഭൂമിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇല്ലാതായതിൻ്റെ ശേഷമല്ല. നമ്മളെപ്പോഴാണോ ആ മണ്ണിലേക്ക് എത്തുന്നത് അതുമുതൽ നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും ഒക്കെ ആരംഭിക്കുകയാണ്. ഈ ബോധ്യം യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ
പെട്ടെന്ന് വരുന്ന നിന്റെ കോപം എന്നെ പെട്ടെന്ന് ബാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ വരും. ആ ശിക്ഷ എന്നെ ബാധിക്കുന്നതില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ജമീഅ സഖ്തിക്, അള്ളാഹുവിൻ്റെ നിഖമത്ത് പറഞ്ഞാൽ ദുരന്തം. നിഖമത്തിക് എന്ന് പറഞ്ഞാൽ നിന്റെ പെട്ടെന്നുള്ള നീ തരുന്ന ദുരന്തങ്ങളിൽ നിന്ന്. ജമീഅ സഖ്തിക്, നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ നിരന്തരം മനുഷ്യന്മാർ സ്ട്രോക്ക് ബാധിച്ച് മരിക്കുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു, ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. പണ്ടത്തെ ഒക്കെ ഒരു അവസ്ഥ എടുത്തു നോക്കുമ്പോൾ ഇന്ന് വളരെ വ്യാപകമാണ്. ആ മരണങ്ങളോ ആ മരണങ്ങളിലെ പങ്കാളിത്തമോ, അവിടെ പോയി 3 പിടി മണ്ണ് വാരിയിട്ട് വരുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വേണ്ടാത്തരുണ്ട്, ഇങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്, അത് ഞാൻ നിർത്തട്ടെ എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലത്തെ ഒരു വെള്ളിയാഴ്ച ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ അതെങ്കിലും പൂർണ്ണമായി കേൾക്കാൻ കഴിയാത്തൊരു പ്രശ്നം നമുക്കുണ്ടോ? അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിയാത്തൊരവസ്ഥ, അത് അങ്ങനെ കേട്ട കാര്യം ഒന്ന് അവലോകനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അതുണ്ടെങ്കിൽ അത് മഹാദുരന്തമായിരിക്കും. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള വൈജ്ഞാനിക പഠനങ്ങളാണ് പൊതുവെ ആളുകൾക്കുള്ളത്. എന്താ, കുറച്ച് ഫലായിലുകളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമായി അല്ലേ? അങ്ങനത്തെ ഒരു മർമ്മത്തിലേക്ക് എത്തിയുള്ള അന്വേഷണങ്ങൾക്ക് നമ്മൾ റെഡിയാണോ? ഇതൊരു പ്രധാന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത് പൊതുവെ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പൂർണ്ണമായിട്ട് ദീനിയായിട്ട് ജീവിക്കണവരെന്നെ, പൂർണ്ണമായും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്ന് വിചാരിക്കണവർക്ക് തന്നെ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊന്ന്, നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും, ആ മനസ്സിലാക്കി വെച്ചതിനനുസരിച്ച് ഖുർആനിനെ അങ്ങോട്ട് കൊണ്ടുപോകുക അല്ലേ? എന്നിട്ട് അത് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ശരീഅത്തിന്റെ മഖാസിദുകൾ മനസ്സിലാക്കാത്ത ഇടപെടൽ, ഞാനത് വിശദീകരിക്കണില്ല, കഴിഞ്ഞ ആഴ്ച വിശദമായി പറഞ്ഞതാണ്. അതേപോലെ എന്തിലും പ്രമാണങ്ങൾക്ക് മുന്നിൽ ബുദ്ധി എന്നുള്ളത് എന്തിനുള്ളതാ? ബുദ്ധി എന്നുള്ളത് വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടാകും പ്രമാണത്തിൽ. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യപ്പെടുന്ന ചരിത്രം കൊണ്ട്, സാഹിത്യം കൊണ്ട്, പഠനം കൊണ്ട്, ശാസ്ത്രം കൊണ്ട് ബോധ്യപ്പെടുന്ന 100 കണക്കിന് കാര്യങ്ങളുണ്ട്. ആ 100 കണക്കിന് കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ ബോധ്യപ്പെടാത്ത കാര്യവും സത്യമാണ്, അതെൻ്റെ ബുദ്ധിയുടെ പരിമിതിയാണ് എന്ന് മനസ്സിലാക്കേണ്ട, അതിനു പകരം അമിതമായ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകും. അതേപോലെ ഒക്കെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് ചെയ്യുക, നമ്മളെ തോന്നലനുസരിച്ച് ചെയ്യുക. ഓരോന്നിലും അതിൻ്റെ ദീൻ എന്താണ്, കാര്യം എന്താണ്. ദീൻ എന്നുള്ളത് പലപ്പോഴും അത് കേവലം പ്രാർത്ഥനകളിലേക്കും ആചാരങ്ങളിലേക്കും മന്ത്രങ്ങളിലേക്കും ചുരുക്കുക. അതിൻ്റെ അപ്പുറത്ത് അത് ജീവിതത്തിൽ സമഗ്രമായി സംഭവിക്കാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയൊരു ഏതാനും കാര്യങ്ങൾ കൂടി ഗൗരവതരമായി നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്. അതിലൊന്ന് അറിവില്ലാതെ മതം സംസാരിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയാം. നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ രാത്രിയിൽ ഒരു പ്രത്യേക നമസ്കാരം ഉണ്ടോ? അപ്പം മൂപ്പര് ഏതൊരു രാത്രിനെ കുറിച്ച്, ഇപ്പോൾ ഷാബാൻ 15 ആയിക്കോട്ടെ, ഷാബാൻ 15-ന് വലിയ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരാളിങ്ങനെ കുറച്ചൊരു പോളിഷ്ഡായിട്ട് അതിനെ കാണുകയാണ്. അത് കുഴപ്പമില്ല, നിസ്കരിക്കാലോ, നിസ്കാരം ഇപ്പോൾ എപ്പോഴായാലും ചെയ്താൽ എന്താ പ്രശ്നം അല്ലേ? ഒരു നല്ല കാര്യമല്ലേ, ഒരുപാട് ദിക്റ് കിട്ടണില്ലേ, ദുആ കിട്ടണില്ലേ എന്ന് പറയാം. ഇവിടെ എന്താ സംഭവിക്കണത്? അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം ഉണ്ടാകണമെങ്കിൽ അത് പടച്ചോനും പ്രവാചകനും പഠിപ്പിക്കണം. അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ പറയരുത്. ഏകദേശം നമ്മുടെ ഒരു അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊരു ധാരണന്റെ അടിസ്ഥാനത്തിൽ ദീന് പറയാൻ പാടില്ല, ദീൻ ആചരിക്കാനും പാടില്ല, ദീന് പറയാനും പാടില്ല. കുടുംബത്തിലെ കാരണവര്, കാര്യങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ആള്, സമൂഹത്തിൽ പ്രത്യേകമായ ഇടങ്ങളിൽ ഇരിക്കണവര്, ഇവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ ഉണ്ടാകും, അത് ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിലിപ്പോൾ എന്താണ്? അല്ലെങ്കിൽ കാലത്തിനോ അനുസരിച്ചുള്ള ഒരു ഉത്തരം പറയാം, കാലത്തിനനുസരിച്ചുള്ള ഒരു ഉത്തരം പറയാം. അത്തരം ഉത്തരം പറച്ചിലുകൾ നമ്മളെ മാത്രമല്ല, അത് ആ മനുഷ്യന്മാര് ചെയ്യുന്നതിലൂടെ ഉള്ള പാപങ്ങൾ കൂടി നമ്മൾ വഹിക്കേണ്ടി വരുന്ന. ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമത്തി വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽം അലാ സഅ മാ യസ്റുൻ. ലിയഹ്മിലു ഔസാറഹും കാമിലതൻ, പൂർണ്ണമായും ഇവർ ചെയ്തു കൂട്ടിയ തിന്മകൾ ഇവർ വഹിക്കേണ്ടി വരും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. അതുപോലെ തന്നെ വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽം, ഇവര് തെറ്റായ ഫത്വകൾ കൊടുത്തും അഭിപ്രായങ്ങൾ പറഞ്ഞും വഴിതെറ്റിച്ചവരുടെ കാര്യങ്ങൾ കൂടി ഇവർ വഹിക്കേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് ഏകദേശ ധാരണന്റെ അടിസ്ഥാനത്തിൽ മതപരമായി മസാല പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞത് നമ്മളൊരു സാധാരണക്കാർ പൊതുവെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ആരെടുത്തു അതിപ്പോ കച്ചവടമാകുമ്പോൾ അങ്ങനെ കൈക്കൂടെ എന്ന് പറയും. ഓരോന്നിലും ഒരു കറക്റ്റ് ഒരു ദീനിന് കറക്റ്റ് ഒരു തത്വം എല്ലാറ്റിലും ഉണ്ട്. ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്കത് ചിലപ്പോൾ കുറച്ചൊരു ബ്ലാക്ക് ആയിരിക്കും, നമുക്കത് ചിലപ്പോൾ അത്ര തന്നെ അറിയുണ്ടാവില്ല. അതറിയാത്തത് എന്താ? അത് നമ്മളുടെ അറിവ് കുറവാണ് കേട്ടോ. ഞാൻ മുമ്പൊരുക്കെ സൂചിപ്പിച്ചിരുന്നു, വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് പീസ് റേഡിയോ 2 എപ്പിസോഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു സാങ്കല്പിക ചോദ്യമാണ്. എന്താ സാങ്കല്പിക ചോദ്യം? ഫിഖഹിന്റെ മസലയാണ്. അവിടുന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ്
ഡിപ്പാർട്ട്മെന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഒരാൾ, അയാൾ വർഷങ്ങൾക്ക് ശേഷം വന്നു വിചാരിക്കുക, എങ്ങനെ എന്താ പറയുക, അയാൾ ഇങ്ങനെ ഒഴുക്കിലൊക്കെ പെട്ട് അവസാനം എവിടുന്നൊക്കെ കരകയറി. പിന്നെ അയാൾ ആലോചിച്ചു, വീടും കുടുംബം ഒക്കെ പോയി, ഇനി ഞാൻ ആ നാട്ടിലേക്കെല്ലാം തീരുമാനിച്ചു. പിന്നെയാണ് അയാളുടെ കുടുംബമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കരുതി 10 കൊല്ലത്തിന് ശേഷം വന്നു വിചാരിക്കുക. സാങ്കല്പിക കേട്ടോ. അവിടെ ഇസ്ലാമിന്റെ മസല എന്താ? അയാളെ സ്വത്തൊക്കെ ഓഹരി വെച്ച് കൊടുത്തു. അയാളെ സ്വത്തൊക്കെ ഓഹരി വെച്ച് കൊടുത്തു. അയാളുടെ ഭാര്യന് വേറൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. അവിടെയും ഇസ്ലാമിന് ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറയണേ. ഇസ്ലാമിന് ഏതെങ്കിലും വിഷയത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തതില്ല. നമ്മളുടെ പഠനത്തിന്റെ അഭാവം കൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ, അത്രേ ഉള്ളൂ. എല്ലാറ്റിലും പക്കാ ക്ലാരിറ്റി ഇസ്ലാമിന് എല്ലാ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സംസാരിച്ചുകൂടാന്നാണ്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം ഒരു സഭയിൽ വെച്ച് പറഞ്ഞു, ഇദസ്തഅദനകും നിസാഉകും ഇലൽ മസാജിദി ഫഅദനു ലഹുന്ന. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾ അനുവാദം കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ മോൻ പറഞ്ഞു, വല്ലാഹി ലനംനഉഹുന്ന, അല്ലപ്പാ ഞങ്ങൾ ഓല തടി. ഉടനെ അദ്ദേഹം കൊടുത്ത ഫഗളിബ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹം ദേഷ്യം പിടിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, ഉഖ്ബിറുക അൻ റസൂലില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് നിന്നോട് പറയാം. വതഖൂലു, എന്നിട്ട് നീ പറയുന്നു വല്ലാഹി ലനംനഉഹുന്ന, ഞാൻ ഒരു നിർബന്ധമായിട്ടും എൻ്റെ ഭാര്യനെ എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ ഞാൻ തടയുന്നു നീ പറയണോ? എന്നിട്ട് മോൻ്റെ നെഞ്ചിനൊരു ഇടി കൊടുത്തു എന്നാണ്. മരണം വരെ ആ കാരണം കൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആ മോനോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. ഇത് പെണ്ണിന് പള്ളിയിൽ വരാന്നുള്ള വിഷയം സമർത്ഥിക്കാനല്ല ഈ പോയിന്റ് അവിടെ കൊണ്ടുവരുന്നത്. അത് അണ്ടർസ്റ്റുഡാണ് ഈ മസലയിൽ നിന്ന് എല്ലാ ആയത്തുൽ ഹിജാബ് അടക്കമുള്ള എല്ലാം ഇറങ്ങിയതിന്റെ ശേഷമാണല്ലോ ഈ സംസാരം നടക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ദീനിയായി സ്ഥിരപ്പെട്ട, മതപരമായി സ്ഥിരപ്പെട്ട ഒരു വിഷയത്തിൽ അവർ കാണിച്ചിരുന്ന കണിശതയാണ് നമ്മൾ പഠിക്കേണ്ടത്. അവർ കാണിച്ചിരുന്ന കണിശതയാണ്. നോക്കൂ നിങ്ങൾ, നിരായുധരായി അവർ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത് എങ്ങനെ? നിരായുധരായി അവർ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത് എങ്ങനെ? യുദ്ധപരിചയമില്ലാത്തവർക്ക് ലോകം കീഴ്പ്പെട്ടതെങ്ങനെ? ആ ക്വാളിറ്റി എന്ന് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ അന്ന് പ്രവാചകൻ പറഞ്ഞതൊക്കെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞല്ലോ, ഈ ഉത്തമ തലമുറയെ സൃഷ്ടിച്ച അതേ വേദഗ്രന്ഥത്തിന് മാത്രമേ, അവർക്ക് സർവം വാങ്ങിക്കൊടുത്ത അതേ വേദഗ്രന്ഥത്തിന് മാത്രമേ പിൽത്തലമുറയെയും ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താ അറിയോ? അയാൾക്ക് വലിയൊരാളല്ലേ, ഭയങ്കര ഒരു പണ്ഡിതനല്ലേ, ഭയങ്കര ഒരു സംഭവമല്ലേ, ഏത് വലിയ ആളാണെങ്കിലും അയാൾക്ക് തെറ്റുപറ്റും. അയാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു കാര്യത്തിൽ ദീനുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, യൂഷിക്കു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമാ, നിങ്ങളുടെ മേൽ ചരൽക്കല്ലുകൾ വന്ന് വീഴുമോ എന്ന് ഞാൻ ഭയക്കാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അഖൂലു ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു കാര്യത്തിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അബൂബക്കർ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഉമർ ചെയ്തിട്ടില്ലേ? തഖൂലൂന ഖാല അബൂബക്കർ വ ഉമർ, അബൂബക്കർ ഉമറൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അവർ രണ്ടാളും ആരാ? അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തും വലത്തും നിന്ന വഹയിന്റെ അവതരണങ്ങൾക്ക് സാക്ഷിയായ, പ്രവാചകന് സെക്യൂരിറ്റിയായ, ഇസ്ലാമിക പ്രചാരണത്തിന് താങ്ങായ വ്യക്തികളാണ്. അതിലെ ഒരാളെ പിന്നെ എന്താ പറയാ, അതിലേതെങ്കിലും ഒരാളുടെ പേര് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്ര ശക്തമായ വാക്ക് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി, ഒരു ഉസ്താദ് പറഞ്ഞു, ഒരു പണ്ഡിതൻ പറഞ്ഞു, ഒരു നേതാവ് പറഞ്ഞു എന്നതാകരുത് മതത്തിന്റെ മാനദണ്ഡം. മതത്തിന്റെ മാനദണ്ഡം അത് പ്രമാണങ്ങളിലുണ്ടോ, അത് ഖുറാനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്നുള്ള പരിശോധനയാണ്. അപ്പൊ നമുക്കൊരു ആശങ്ക ഉണ്ടാവും, നമ്മളിപ്പോൾ ഖുറാനും ഹദീസൊക്കെ പഠിച്ചിട്ട് ഇത് പഠിയോ, ഇത് മനസ്സിലാവുമോ? ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാമാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കപ്പെടുന്ന മതം എന്നുള്ളത് ഇന്നത്തെ ഒരു റിയാലിറ്റിയാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന എല്ലാ സംഘർഷങ്ങൾക്കും, എല്ലാ ആക്രമണങ്ങൾക്കും, എല്ലാ വെറുപ്പുൽപാദനങ്ങൾക്കും, എല്ലാ ഫോബിയ വർക്കുകൾക്കും ഇടയിൽ അത് കുതിച്ചുപായാണ്. അതെങ്ങനെ? മദ്രസ പോയിട്ടും അലിഫും ബാവും പഠിച്ചിട്ടും ഒന്നും ഇല്ലാത്ത മനുഷ്യർക്ക് സത്യത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, വെളിച്ചത്തിന് അങ്ങനത്തെ ഒരു ശക്തിയുണ്ട്. വളരെ പ്രസിദ്ധനായ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു എസ്റ്റസ്. ഞാൻ ഇടയ്ക്കെൻ്റെ സ്പീച്ചിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്യാറുണ്ട്. എസ്റ്റസ് അയൽക്കാരനായ സമ്പന്നനായ മുസ്ലിമായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിന്? അവരവരുടെ ആശയം നിരന്തരം പറയും, ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തെ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന എസ്റ്റസ്, ആ എസ്റ്റസിനോട് ഈ ചെറുപ്പക്കാരൻ, ഈ ബിസിനസ്സുകാരൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എസ്റ്റസ് പിന്നൊന്നും മിണ്ടാതെ തിരിച്ചുപോയി. എസ്റ്റസ് ഖുറാൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. അദ്ദേഹം യൂസുഫ് എസ്റ്റസ് ആയി. നിങ്ങൾ യൂട്യൂബിൽ യൂസുഫ് എസ്റ്റസിന്റെ സ്പീച്ചുകൾ തിരഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന്റെ ഒറ്റ സ്പീച്ചിന്, 1 മണിക്കൂറിന്റെ സ്പീച്ചിന് 60 ആളുകൾ
നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണത്, ക്യൂ ആയിട്ട് നിന്ന് ഷഹാദത്ത് കലിമ ചൊല്ലണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഏത് മദ്രസിലും ഏത് പള്ളി ദർസിലും ഏത് ഡിഗ്രി പഠിക്കണ കോളേജിലാണ് പോയത്? എവിടെയും പോയിട്ടില്ല. സത്യത്തിന് അങ്ങനത്തെ ഒരു സൗന്ദര്യമുണ്ട്. അതെന്തെന്നറിയോ? അത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറും. നമ്മൾ ഹൃദയം തുറന്നിട്ട് കേൾക്കാനും വായിക്കാനും പഠിക്കാനും റെഡിയാണെങ്കിൽ അത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞത്, കുല്ലു അഹദിൻ യുഖദു മിൻ ഖൗലിഹി വയുത്രക്. എല്ലാവരുടെയും വാക്കിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ആരുടെ വാക്കിലുണ്ടാകും? ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ. അദ്ദേഹം മദീനയിലെ പള്ളിയിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ പ്രവാചകന്റെ ഖബർ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ഖബർ കിടക്കുന്ന റസൂലുള്ളാഹിയുടെ വാക്കിൽ തള്ളാനൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സംസാരിക്കൂല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാണെങ്കിലും അല്ലെ, ഇപ്പൊ എന്ത് ചെയ്യും? നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണമെന്ന് പറയും സാധാരണ. നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാത്തവൻ വഴിപിഴച്ചവനാണെന്നൊക്കെ പറയാറുണ്ട്. വഴികേടിന്റെ കാരണമായിട്ട് പറയാം. ഒന്നുകിൽ ഇമാം ഷാഫിയെ അല്ലെങ്കിൽ ഇമാം മാലിക്കിനെ. അങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീയെ, സ്വന്തം ഭാര്യയെ തൊട്ടാൽ പോലും വദു മുറിയും എന്ന് ഒരു മദ്ഹബിൽ വിശ്വസിക്കുമ്പോൾ അങ്ങ് മക്കത്തെത്തുമ്പോൾ ഈ തട്ടിമുട്ടലൊക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ എത്തുമ്പോൾ മദ്ഹബ് മാറുകയാണ് ചെയ്യുക. ഇതെന്താ ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, പണ്ഡിതന്മാർ ഇമാമിങ്ങളെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നാലാലൊരു മദ്ഹബിനെ പിൻപറ്റണമെന്ന്? ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാ, ഇന്നമാ അന ബശറുൻ ഉഖ്തി വ ഉസീബ്. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് തെറ്റുപറ്റും, ചിലപ്പോൾ ഞാൻ പറയുന്നത് ശരിയായിരിക്കും. ഫൻദുറൂ ഫീ ഖൗലി, നിങ്ങൾ എൻ്റെ വാക്കുകളിൽ നോക്കണം. എന്നിട്ട് ഫകുല്ലുമാ വാഫഖൽ കിതാബ വസ്സുന്ന, കിതാബിനോടും സുന്നത്തിനോടും അഥവാ പ്രവാചകന്റെ ഹദീസിനോടും ഖുറാനിലെ 6000 ചിലാനം വചനത്തോട് യോജിച്ചു വന്നാൽ ഫഖുദൂ, അത് നിങ്ങൾ എടുക്കണം. വകുല്ലുമാ ലം യുവാഫിഖൽ കിതാബ വസ്സുന്ന, ഖുറാനിനോടും സുന്നത്തിനോട് യോജിക്കാത്തത് ഞാൻ പറഞ്ഞാൽ ഫത്റുക്കൂ, നിങ്ങളത് ഒഴിവാക്കണം. ഇമാമിങ്ങളല്ലേ, ഓരങ്ങനെ പറയോ? ഒരു ബോധപൂർവം പറയില്ല. എന്നാൽ അവർക്ക് ചിലപ്പോൾ ചില പിഴവുകൾ പറ്റും. ഉദാഹരണം, ഹാഫിദു അല സ്വലവാത്ത് വസ്സലാത്തുൽ വുസ്താ, നിങ്ങൾ ഉസ്താ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. നിങ്ങൾ മൊത്തം നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ വിശ്വാസിയാക്കണ മാനദണ്ഡമാണ്. അതിലൊരിക്കലും വിട്ടുവീഴ്ച ഉണ്ടായിക്കൂടാ. വളരെ കണിശായിട്ട് ആദ്യമായിട്ട് വിചാരണയ്ക്ക് എടുക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ പ്രത്യേകം നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വുസ്താ നിസ്കാരം. ഈ വുസ്താ നിസ്കാരം ഏതാ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇതിനെ മനസ്സിലാക്കിയെടുത്ത് പഴച്ചു. അദ്ദേഹം അതിനെ മനസ്സിലാക്കിയെടുത്ത് പഴച്ചു. അസറാണ് എന്നുള്ളത് തെറ്റി അദ്ദേഹം അതിനെ വേറൊരു നിലക്ക് മനസ്സിലാക്കി. അപ്പൊ ഇമാം നബവി റഹിമഹുല്ലാഹ് അത് തിരുത്തിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹദീസിലുള്ളത് സ്വലാത്തുൽ അസറാണ്, സ്വലാത്തുൽ വുസ്താ. ആ ഹദീസ് ഉസ്താദിന് കിട്ടിയിട്ടില്ല. അപ്പോ അവർക്ക് കിട്ടാത്തത് ഉണ്ടാവുമോ? പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ പങ്കെടുത്തവർക്ക് കിട്ടാത്ത സംഭവങ്ങളുണ്ട്. എന്താ? അബൂ ഹുറൈറ, ബിലാൽ, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കണോടത്ത് ഒരു ചർച്ച. ഒരാൾ ജനാസയെ പിന്തുടർന്ന് പോയാൽ അയാൾക്ക് 2 ഖിറാത്ത് പുണ്യമുണ്ട്. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലന്റെ അത്ര എന്നാണ്. 6 കിലോമീറ്റർ നീളം, 2 കിലോമീറ്റർ വീതിയാണ് ഉഹദ് മല. അത്രയും കൂലി ഉണ്ട് എന്നാണ്. അപ്പൊ അത് കേട്ടപ്പോ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടി. ഇത്രയും കൂലിയുള്ള ഒരു കാര്യം ഞമ്മക്കാർക്കും അറിയില്ലല്ലോ. ആയിഷാ ബീവിന്റെ അടുത്ത് കാളെ പറഞ്ഞേച്ചു, ഇങ്ങനെ ഒരു കാര്യം മുത്ത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താ അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞ്? ന്യായീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞമ്മക്കൊക്കെ എത്രങ്ങാനും ഖിറാത്ത് പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കണേ സ്വഹാബത്തിന് കിട്ടാത്ത ഹദീസ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പിന്നെ എങ്ങനെ ഇമാമിങ്ങൾക്ക് എല്ലാ ഹദീസും കിട്ടിയെന്ന് പറയാം? കിട്ടാത്തവരുണ്ടാകും. അപ്പൊ അവർക്ക് ആ മേഖലയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും അല്ലേ? അതെന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളടുത്ത് തെറ്റാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇമാം പിന്നെ പഠിപ്പിക്കുകയാണ്, മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ലാ യുഖദു മിൻ ഖൗലി കുല്ലുഹു, എന്റെ എല്ലാ വാക്കും കൂടി നിങ്ങൾ എടുക്കരുത്. ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്. മാത്രമല്ല മുഹമ്മദ് ബിൻ സീരീൻ പറയാ, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ദീൻ എന്ന് പറയുന്നത് അറിവാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരെടുത്തുനിന്നാണ് ഇൽമ എടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾ അറിവ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ നിങ്ങൾ നോക്കണം. അയാൾ പ്രമാണങ്ങൾ നോക്കി കാര്യങ്ങൾ പറയുന്ന ആളാണോ, അയാൾ സന്ദർഭത്തിനനുസരിച്ച് കാര്യം പറയുന്ന ആളാണോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും വാഴ്ന്നു കേൾക്കലല്ല, ഏതെങ്കിലും സ്പീച്ച് കേൾക്കലല്ല, മറിച്ച് അയാൾ പ്രമാണങ്ങൾ നോക്കി പറയുന്ന ആളാണോ, അയാൾ കൃത്യമായ റെഫറൻസുകൾ കോട്ട് ചെയ്യുന്ന ആളാണോ, അയാളോട് നിങ്ങൾ സംസാരിച്ച വിഷയത്തിൽ ക്ലാരിറ്റി ചോദിച്ചാൽ പറഞ്ഞിരുന്ന ആളാണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം എന്നാണ്. അദ്ദേഹം എന്നിട്ടൊന്നും കൂടി പറയാം, അലൈക ബി ആഥാരി മൻ സലഫ് വൈൻ റഫലക അന്നാസ്, അലൈക ബി ആഥാരി മൻ സലഫ്, പ്രവാചകന്റെ കാലം തൊട്ട് കടന്നുപോയ മുൻഗാമികളെ സലഫിനെയാണ് നീ സ്വീകരിക്കേണ്ടത്. വൈൻ റഫലക അന്നാസ്, നീ അത് പറയുമ്പോൾ ജനങ്ങൾ നിന്നെ തള്ളിയാലും. വയ്യാക വആറാ അർരിജാൽ വൈൻ സഖറഫുഹാ ലക ബിൽ ഖൗൽ, എന്താ നീ ആളുകൾ ഇങ്ങനെ വെറുതെ പറയണേ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ എടുക്കാൻ നിൽക്കണ്ട. ആ അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര റീല്, നല്ല അടിപൊളി
സംസാരമായിരിക്കും, ഭയങ്കര ആകർഷണീയത ഉണ്ടാകും, അതല്ല നീ നോക്കേണ്ടത്. ആ പറയുന്നതിൽ കൃത്യമായ കണ്ടന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്നാണ് ഇമാം അഹ്മദ് പറയാണ്. ലാ തുഖല്ലിദൂനി വലാ തുഖല്ലിദ് മാലിക്കൻ, നിങ്ങൾ എന്നെയോ മാലിക്കിനെയോ തഖ്ലീദ് ചെയ്യരുത്. വല ശാഫിഇയ്യ, ഇമാം ശാഫിഇയ്യയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. വല ഔസാഇയ്യ, ഇമാം ഔസാഇയ്യയും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്, അന്ധമായി അനുകരിക്കരുത്. പിന്നെ വസൗരിയ, ഇമാം സൗരിയെയും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വഖുദൂ മിൻ ഹൈസു അഖദൂ, അവരൊക്കെ എവിടുന്നാണോ ഈ ദീൻ എടുത്തത് അവിടുന്നാണ് നിങ്ങളും എടുക്കേണ്ടത് എന്നാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വെച്ചത് എന്താ അറിയോ, നമ്മളിങ്ങനെ എന്തോ ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല ഒന്നിനെയും സ്വീകരിക്കേണ്ടത്. ഓരോന്നിലേക്കും കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആചാരത്തിലും അനുഷ്ഠാനത്തിലും മാത്രമല്ല ഇസ്ലാം ഉള്ളത്, ഇസ്ലാം എല്ലാറ്റിലും ഉണ്ട്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ഇസ്ലാം ഉണ്ട്, അല്ലേ? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ ഇസ്ലാം ഉണ്ട്. നമ്മളൊരു വീട് വെക്കുമ്പോൾ അവിടെ ഇസ്ലാം ഉണ്ട്. അപ്പോഴേ നമുക്ക് സുരക്ഷിതമായി ആ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ പറ്റുള്ളൂ. പലിശയുമായി ബന്ധപ്പെട്ട് 10-12 കാര്യങ്ങൾ ഖത്തീബ് ഖുതുബയിൽ പറഞ്ഞു നിർത്തിയപ്പോൾ മാർക്കറ്റിൽ നിന്ന് അയാൾക്ക് അന്ന് ഓർഡർ ചെയ്ത് വന്ന സ്വിഫ്റ്റ് കാർ ഇറങ്ങിയ കാലമാണ്, ഞാൻ ഓർക്കണം. സ്വിഫ്റ്റ് കാർ അവിടെ പിന്നെ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസയും കൊണ്ട്, വൈകുന്നേരം പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസയും കൊണ്ട് വന്ന അയാൾ എന്ത് ചെയ്തു അറിയോ, ഈ ഹദീസുകൾ അയാളെ വളരെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. എനിക്ക് ആ കാർ വാങ്ങാനായിട്ടില്ല എന്ന് അയാൾ സ്വയം തീരുമാനിച്ചു. അതൊരു തിരുത്താണ്. അതുകൊണ്ടൊരു നഷ്ടം അയാൾക്ക് ഉണ്ടാവില്ല, ഒരു നഷ്ടം ഉണ്ടാവില്ല. അതാണ് വിശ്വാസവും നിലപാടും ഒക്കെ ജീവിതത്തിൽ പ്രതിഫലിക്കുക എന്ന് പറയുന്നത്. വിശ്വാസവും നിലപാടും ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കാര്യമാണ് ഉണ്ടാകുക. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഈ ഗണത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സംശയാസ്പദമായ കാര്യങ്ങൾ പിന്തുടരുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല എന്ന ആയത്തിന് എടുക്കുക. എന്നിട്ട് ഇസ്ലാം എന്നെ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല, ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയേണ്ടതില്ല, അല്ലേ? ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ ഇന്ന് തീവ്രവാദമാണ്. അങ്ങനെ പറയാനുള്ള അവകാശമില്ല. ഈ പറയുന്ന ഓരോന്നും, ഇങ്ങനെ പറയുന്ന ഓരോന്നിനും എതിർപ്പ് വരുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി നിന്ന അവസാനം നിസ്കരിക്കാനും പറ്റൂല, ഖുർആൻ ഓതാനും പറ്റൂല. അവർ ഖുർആൻ ഓതുന്നവരാണെന്നായിരിക്കും അടുത്ത കംപ്ലൈന്റ്. നമ്മുടെ ഭരണഘടന വിശാലമായി വിഭാവന ചെയ്യുന്ന കാഴ്ചപ്പാടാണ്. ഓരോരുത്തർക്കും സ്വന്തമായ മതം സ്വീകരിക്കാനും അത് ശരിയെന്ന് വിശ്വസിക്കാനും ആചരിക്കാനും അവകാശമുണ്ട്. ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മറ്റുള്ളവന്റെ മതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും അവന്റെ അവകാശങ്ങളിലേക്കും കയ്യേറേണ്ടതില്ല. എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റോ അതേപോലെ അവനും വിശ്വസിക്കാൻ പറ്റണം. അള്ളാഹുവിന്റെ റസൂൽ വകവെച്ചു കൊടുത്തതാണിത്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചു കൊടുത്തതാണ് മദീനത്തത്. ജൂതന്മാരോട് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് പള്ളിയിൽ വന്നോളെന്ന് പറഞ്ഞിട്ടില്ല. അവരവരുടെ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചാ പോയത്. പ്രവാചകനെ വഞ്ചിച്ചവർക്ക് ശിക്ഷ വിധിച്ചപ്പോൾ പോലും പ്രവാചകൻ തോറെടുക്കാനാ പറഞ്ഞത്. തോറയിൽ എന്താ പറയണത്? അത് വായിക്കുന്നു പറഞ്ഞു. വഞ്ചിച്ചവനുള്ള ശിക്ഷ വായിക്കാൻ പറഞ്ഞു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അങ്ങ് ഫലസ്തീൻ വിശ്വാസികൾ കീഴടക്കിയപ്പോ അവിടെ കരാർ എഴുതി. ഫലസ്തീനിലുള്ള ക്രിസ്ത്യൻ ജൂത സമൂഹത്തോടൊപ്പം കരാർ എഴുതി. നിങ്ങളുടെ കുരിശുമരങ്ങൾ തകർക്കില്ലെന്നും നിങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പോകാമെന്നും മനോഹരമായി എഴുതി. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇസ്ലാം എന്നത് സമ്പൂർണമായും അത് മാത്രമാണ് ശരി എന്നൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റണം. അപ്പൊ എന്താ പറയുക, ഒരു പൊതു ഇടത്തിൽ മത സ്വാതന്ത്ര്യം അല്ല, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എല്ലാതും കൊടുക്കലും വാങ്ങലുമാണ് എന്നൊരു തത്വത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരികയാണ്. വിശാലമായ മനുഷ്യ സൗഹാർദ്ദം എന്തിലും സ്വന്തം നെഞ്ചിന് കൂട്ടിലേക്ക് എടുത്തു വെച്ച് അയൽക്കാരനെയും ചുറ്റുള്ളവനെയും എത്ര കൃത്യമായിട്ട് റസൂൽ പഠിപ്പിച്ച്, നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുമ്പോൾ നിന്റെ അയൽവാസി പട്ടിണിയാണെങ്കിൽ നിന്റെ മതത്തിനാണ് കുഴപ്പം, നിന്റെ വിശ്വാസത്തിനാണ് കുഴപ്പം എന്ന് റസൂൽ പഠിപ്പിച്ച്. അവിടെ മതം പറഞ്ഞിട്ടില്ല. പക്ഷേ മതത്തിൽ സമ്പൂർണമായും ഇസ്ലാമാണ് അതിന്റെ ശരിയായ ദിശയെന്നും അതിലൂടെ മോചനമുള്ളൂ എന്നും വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അപ്പൊ അത് ഡൈല്യൂട്ട് ചെയ്യാൻ ഓതുകയാണെന്ത്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമല്ല. മതത്തിൽ നിർബന്ധമല്ല അതിന്റെ അർത്ഥം എന്താ അറിയോ, വേറൊരാളെ മതത്തിലേക്ക് നിർബന്ധിച്ച് പരിവർത്തിപ്പിക്കേണ്ടതില്ല എന്നാണ്. തിരിച്ച് ഇസ്ലാം അല്ലാത്ത വേറൊരു മതവും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്നിടത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തുക എന്നുള്ളത്, അതല്ലെങ്കിൽ അത് ഒപ്പിച്ച് വ്യാഖ്യാനിച്ച് പോകുന്ന ചില രീതികൾ പൊതുവെ സമൂഹത്തിൽ കാണാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഖുർആനിൽ നിന്ന് വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഒപ്പിക്കാവുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും. എന്താണെന്ന് ക്ലാരിറ്റി ഇല്ലാത്ത, ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം അതിൽ കയറി പിടിച്ച് വ്യാഖ്യാനിച്ചു പോകുന്നവർ, അവരെയാണ് അവരെ പ്രത്യേക അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, ശരീഅത്തിനെ മറ്റൊരു വിഷയമാണ് എന്ത്,
ശരീഅത്തിനെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ലാതെ എടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞെന്താ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയാം. ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയാം, എന്നിട്ട് അത് ഹുക്കുമാക്കി മാറ്റുക, അല്ലേ? എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഇത്തബിഉ മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ. നിങ്ങൾ അല്ലാഹു നിങ്ങളെ ഇറക്കി തന്നീനെ എടുക്കണം എന്നാ പറഞ്ഞത്, അല്ലാതെ സ്വപ്നത്തിൽ നിന്ന് എടുക്കണം എന്നല്ല. മഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. നിങ്ങൾക്ക് വല്ല കാര്യത്തിലും തർക്കമുണ്ടെങ്കിൽ അത് അല്ലാഹുവിലേക്കാണ് മടക്കേണ്ടത് എന്നാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഖുർആനിലും സുന്നത്തുലും അല്ലാതെ പഠിപ്പിക്കപ്പെട്ടത് തട്ടേണ്ടതാണ്, തള്ളേണ്ടതാണ് എന്നാണ്. അവിടെയാണ് സ്വപ്നത്തെടുക്കുക, അല്ലേ? മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, വലാ യഅ്തിന ദലീലുൻ യദുല്ലു അലാ അന്ന റുഅയതഹു ഫി നൗമി ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല ഫീഹി ബിഖൗലിൻ ഔ ഫിഅലിൻ ഫീഹാ യകൂനു ദലീലൻ വഹുജ്ജതൻ ബൽ ഖദ് ഖബലഹു അല്ലാഹു ഇലൈഹി ബഅദ അൻ കമ്മല ലിഹാദിഹിൽ ഉമ്മത്തി മാ ശറഅഹു ലഹാ അലാ ലിസാനിഹി. നബിയെ സ്വപ്നം കണ്ടിട്ടാണ് എല്ലാ ത്വരീഖത്തുകളും ഉണ്ടാകല്. ത്വരീഖത്തിലെ ശൈഖിന് സ്വപ്നം കണ്ട അത് തെളിവായി. എന്നാൽ ഇമാം ഷൗക്കാനി പറയാണ്, ഒരു നിലക്കും പ്രവാചകന്റെ ശേഷം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ട് എന്ന നിലക്ക് പ്രവാചകൻ പറഞ്ഞതോ ചൂണ്ടിക്കാണിച്ചതോ സൂചിപ്പിച്ചതോ ആയ ഒരു കാര്യം മതത്തിൽ രേഖയായി സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാ, വറുഇയ കൽ കശ്ഫി. സ്വപ്നം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന വെളിപാടുകൾ പോലെയാണ്. ചില ആളുകൾക്ക് ചില തോന്നലുകൾ ഉണ്ടാകും, ആ തോന്നലുകൾ പോലെയാണ്. അതിലെന്തൊക്കെയുണ്ട്? റഹ്മാനിയുൻ, ചില തോന്നലുകൾ ദൈവികമായിരിക്കും. ശൈത്വാനിയുൻ, ചില തോന്നലുകൾ പൈശാചികമായിരിക്കും. ചില തോന്നലുകൾ അതെന്താണ്, ആ നിലക്ക് അത് അമ്പിയാക്കളുടെ വഹീന്റെ അംശങ്ങളായിരിക്കും. ഫഇന്നഹ മഅസൂമത്തുൻ. എന്നാൽ വറുഇയൽ അംബിയാ വഹയുൻ, അമ്പിയാക്കൾക്ക് ഉണ്ടാകുന്ന തോന്നലുകൾ അത് വഹയാണ്. ഫഇന്നഹ മഅസൂമത്തുൻ മിന ശൈത്താൻ, അത് ശൈത്താനിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നത്തിനനുസരിച്ച് പ്രവർത്തിച്ചത്. മകനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നം നമ്മളെ കാര്യത്തിൽ പറഞ്ഞു ചെയ്തുകൂടാ. അതുകൊണ്ടാണ് ലോകത്ത് ആ പേരും പറഞ്ഞ് ഒരു കുഞ്ഞിനെയും ആരും അറുക്കാതിരുന്നതും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തതല്ലേ, മാതൃകയാക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കാതിരുന്നതും അതുകൊണ്ടാണ്. വഹാദാ ബിഇത്തിഫാഖിൽ ഉമ്മ, ഇത് ഉമ്മത്ത് യോജിച്ച കാര്യമാണ്. വലിഹാദാ അഖദമൽ ഖലീലു അലാ ദഹബി ഇബ്നി ഇസ്മാഈൽ അലൈഹിമുസ്സലാം ബിർറുഇയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ അറുക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നതിന്റെ കാരണം അതാണ്. അത് ഒരു നിലക്കും ശൈത്താൻ അതിൽ ഇടപെടുകയില്ല. എന്നാലോ അമ്മർ റുയ ഗൈരിഹിം ഫതുറദു അലൽ വഹി സ്വരീഹ് ഫഇൻ വാഫഖതുഹു വഇല്ലാ ലാ യുഅമലു ബിഹാ. എന്താ, ഒരാൾക്ക് വഹിയിൽ കണ്ടതിനോട് യോജിച്ച, ദീനിയായിട്ട് യോജിച്ചൊരു കാര്യം തോന്നുകയാണ്. എന്താ, ഒരു കിണർ കുഴിച്ചു കൊടുക്കണം എന്ന് തോന്നുകയാണ്. ഒരാൾക്ക് സ്വപ്നത്തിൽ കാണുകയാണ് അയൽവാസിക്ക് ഒരു കിണർ കുഴിച്ചു കൊടുക്കണം, അത് നല്ലതാണ്, ചെയ്തു കൊടുക്കാം. പക്ഷേ അയാളെ കിണർ പോയിട്ട് മൂടണമെന്നോ അയാളെ വെള്ളം മുടക്കണമെന്നോ കണ്ടാലോ അതൊരിക്കലും പറ്റൂല. എന്താ, അത് ശൈത്താനാണ്. അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അയാൾ കണ്ടതെന്ന് അയാൾ പറയുന്നത്. അയാൾ നബിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് നബിയാണെന്ന് ഏത് നിലയ്ക്ക് അയാൾ ഉറപ്പാക്കുക? ഒരു നിലക്ക് ഉറപ്പാക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെയും നമ്മൾ കൃത്യമായി മനസ്സിൽ കണ്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രൂപം വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ദീനിനെ അത് ആഴത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്ന് ഓർമ്മിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ഗണത്തിൽ വരുന്ന മറ്റൊന്നാണ് ഭൂരിപക്ഷം അങ്ങനെയാണ് എന്നുള്ളത്. കുറേ എല്ലാവരും അങ്ങനെയല്ലേ, ഞാനായിട്ട് ഇപ്പം എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂക്. ഭൂമിയിൽ ഉള്ള ആളുകളുടെ എണ്ണം നോക്കി നീ അവരെ പിൻപറ്റാൻ നിന്നാൽ നിന്നെ അത് പിഴപ്പിച്ച് കളയും എന്നാണ്. വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാഹ്. ഭൂരിപക്ഷം നോക്കി നീ തീരുമാനം എടുക്കാൻ നിന്നാൽ നീ അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് പോകും എന്നാണ്. വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബിയെ, നിങ്ങൾ ആഗ്രഹിച്ചാലും ഭൂരിപക്ഷം ആളുകളും സത്യത്തിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫുളൈൽ ഇബ്നു ഇയാദ് പറയാ, അലൈക ബി ത്വരീഖിൽ ഹുദാ, നീ സത്യമാർഗത്തിൽ പോകണം. വല യദുറുക ഖില്ലത്തു സാലികീൻ, സത്യത്തിൽ പ്രവേശിച്ചവരുടെ എണ്ണം കുറവാണ് എന്നത് നിന്നെ ഒരിക്കലും അസ്വസ്ഥാക്കരുത്. വയ്യാക വതുർഖൽ ദലാല, നീ വഴികേടിനെ ഉപേക്ഷിക്കണം. വല തഖ്തറ ബികസ്റത്തിൽ ഹാലികീൻ, സ്വയം നശിക്കാൻ തീരുമാനിച്ചു പോയവരുടെ എണ്ണ കൂടുതൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, അജ്മഅന്നാസു അലാ അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലഹു അൻ യദഅഹ ലിഖൗലി അഹദിൻ. പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും ഒരു കാരണവശാലും അത് തട്ടിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെയാണ് കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അല്ലെ? എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. നാളെ പരലോകത്ത്
ഈ കൂട്ടുകാരനെ ഞാൻ സ്വീകരിക്കായിരുന്നെങ്കിൽ യാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, എൻ്റെ ഇന്നാലിന്നയാളെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ പറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അതുപോലെ ആ ഗണത്തിൽപ്പെട്ട ഒന്നാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞു, നേതാക്കന്മാർ പറഞ്ഞു എന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്. എന്താ? ആ പരലോകത്ത് ചെല്ലുന്ന ആ ദിവസം അവർ പറയും, അദല്ലന സാദതന വ കുബ്റാഅന ഫഅദല്ലൂന സബീൽ, ഞങ്ങളെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെയാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. അതുകൊണ്ട് ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, പടച്ചോനെ അവർക്ക് നീ ഇരട്ടിക്കിരട്ടി ശിക്ഷ കൊടുക്കണേ എന്നാണ്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണ് സഹോദരന്മാരെ, നമ്മളൊക്കെ ഏത് നിമിഷവും ഇവിടുന്ന് മരിച്ചു പോകേണ്ടവരാണ്. അതാ ഞാൻ വാൽപ്പാറ ദുരന്തത്തിന്റെ കാര്യം പറഞ്ഞത്, നമ്മുടെ കൺമുന്നിലുള്ള ഒരുപാട് കാഴ്ചകൾ പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള വിഷയത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. സംശയിച്ചിട്ടൊരു കാര്യമില്ല. അത് അത്ര കട്ട ക്ലാരിറ്റിയിൽ ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ് അല്ലേ. നീ നിന്റെ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുമ്പോൾ നിനക്കുണ്ടായിരുന്ന കണ്ണിന് കാണാൻ പറ്റാത്ത വലുപ്പത്തിലുള്ള ആളായിരുന്നു നീയെങ്കിൽ പിന്നെ നിന്നെ പൂർണ്ണമായി ഡെവലപ്പ് ചെയ്ത റബ്ബ് അലൈഹി സദാലിക ബിഖാദിരിൻ, അവന് പറ്റില്ലേ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആന്റെ ചോദ്യം അല്ലേ. എനിക്ക് എൻ്റെ മുടി എനിക്ക് മാത്രം, ലോകത്താർക്കില്ല. അതുകൊണ്ടാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നാൽ ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് മുടി തരയണത്. എൻ്റെ മുടി എൻ്റേത് മാത്രമായിട്ട് കിട്ടും. ഉമനീര്, എൻ്റെ ഉമനീര് എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ ഐഡന്റിഫൈ ചെയ്യാൻ അമേരിക്ക എന്തുപയോഗിച്ചത്? ഉമനീര് ഉപയോഗിച്ചത് അല്ലേ. എൻ്റെ കൈവിരൽ അടയാളങ്ങൾ എനിക്ക് മാത്രമേ ഉള്ളൂ. ഇത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇങ്ങനെ വ്യവസ്ഥാപിതമായി കൊടുത്ത റബ്ബ് ചോദിക്കുക, അലൈഹി സദാലിക് ബിഖാദിരിൻ, നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നുള്ളത് നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അവിടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നല്ല, ജീവിതം ഒന്ന് ബോധപൂർവം ശ്രമിച്ചാൽ ഒക്കെ ചിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റും കേട്ടോ. ബോധപൂർവം ശ്രമിച്ചാൽ ചിട്ടപ്പെടുത്താൻ പറ്റും, തിരുത്താൻ പറ്റും. ആദ്യം വിശ്വാസത്തെയാണ് ശരിയാക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പിഴവുണ്ടാകാൻ പാടില്ല. അള്ളാഹുവോളം നമ്മളോട് സ്നേഹമുള്ള ഒരാളുമില്ല. ആ ബോധ്യത്തോടു കൂടെ നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയണം. അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ അള്ളാഹുവർക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അപ്രതീക്ഷിതമായി കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു സബറിനെ കൊടുക്കുമാറാകട്ടെ. അത് അവരുടെ ദീനീ രംഗത്തെ കൂടുതൽ ആലോചനകൾക്കും പുനർവിചിന്തനങ്ങൾക്കുമുള്ള കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നൊക്കെ നമ്മെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നാളെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ.